ഹലോ ഓൾ, നമസ്കാരം. സഹകാരി റൈസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡിൻ്റെ ഓഫീസ് ബട്ടണാണ് പഠിക്കുന്നത്. ഓഫീസ് ബട്ടണിൽ ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷനാണ് പഠിക്കാൻ പോകുന്നത്. തുടങ്ങിയാലോ നമുക്ക്? ശരി, ഞാനപ്പോൾ വേർഡ് ഓപ്പൺ ചെയ്യാണ്. മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഓപ്പണായി വന്നു. അതിൽ ഓഫീസ് ബട്ടൺ നിങ്ങൾക്കറിയാം, ഇവിടെയാണ്, ഈ ഭാഗത്താണ് ഓഫീസ് ബട്ടൺ ഉള്ളത്. ലെഫ്റ്റ് സൈഡിലാണ് ഓഫീസ് ബട്ടൺ ഓപ്പൺ ചെയ്തു. അതിൽ ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കണ്ടല്ലോ നിങ്ങൾ. അപ്പം ഞാൻ ഓപ്പൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ എടുത്തു, കണ്ടോ. ഇപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നു. ഓപ്പൺ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് എന്ത് ചെയ്തു? ഓപ്പണായി വന്നു. ശ്രദ്ധിച്ചിരിക്കുക, ഈ ഡയലോഗ് ബോക്സ്, ഇങ്ങനൊരു ഓപ്പൺ ഡയലോഗ് ബോക്സ് ഓപ്പണായി വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തിനാണ് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ്, എന്താണ് സംഭവം ഇവിടെ? അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് എക്സിസ്റ്റിംഗ് വേർഡ് ഡോക്യുമെൻ്റ് ഫയലുകൾ, പിള്ളേരെ മറക്കല്ല്, എക്സിസ്റ്റിംഗ് വേർഡ് ഡോക്യുമെൻ്റ് ഫയലുകൾ ഓപ്പൺ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കമാൻഡാണ് ഓപ്പൺ എന്ന് പറയുന്നത്. ഓർമ്മിക്കണേ, എക്സിസ്റ്റിംഗ് വേർഡ് ഡോക്യുമെൻ്റ് ഫയലുകൾ, മറക്കല്ല്, എക്സിസ്റ്റിംഗ് വേർഡ് ഡോക്യുമെൻ്റ് ഫയലുകൾ ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ വന്ന ഡയലോഗ് ബോക്സ് നിങ്ങൾ കണ്ടല്ലോ. ഈ ഡയലോഗ് ബോക്സിൽ ശ്രദ്ധിച്ചേ, ഇത് ഓപ്പൺ ഡയലോഗ് ബോക്സ് ആണ്. ഈ ഡയലോഗ് ബോക്സിൽ നിങ്ങളിതാ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, കണ്ട. ഈ കാണുന്നതിൻ്റെ പേരാണ് ഡോക്യുമെൻറ്റ്. ഈ കിടക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിൻ്റെ പേര് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇതെവിടെ നിന്ന് എടുക്കുന്നത്? ഇത് ഈ സൈഡിലൊരു ലൊക്കേഷൻ ബോക്സ് ഉണ്ട്, കണ്ട. ഈ സൈഡിലൊരു ലൊക്കേഷൻ ബോക്സ് ഉണ്ട്. ഈ കാണുന്ന ലൊക്കേഷൻ ബോക്സ് കണ്ടല്ലോ നിങ്ങൾ, ഈ കാണുന്ന കണ്ടല്ലോ ലൊക്കേഷൻ ബോക്സ്. ഈ ലൊക്കേഷൻ ബോക്സിൽ കുറച്ച് ലൊക്കേഷൻസ് ഉണ്ട്. ഒന്ന് ഡെസ്ക് ടോപ്പ്, ഡൗൺലോഡ്സ്, ഡോക്യുമെൻറ്റ്സ്, പിക്ചർ, മ്യൂസിക്, അതുപോലെ വീഡിയോസ്. കണ്ടോ, ഇത് കണ്ടോ എല്ലാവരും? അപ്പോൾ ഈ കാണുന്ന ഫോൾഡറുകളെല്ലാം വിൻഡോസിൻ്റെ ഡിഫോൾട്ട് ഫോൾഡറാണ്. അത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് വിൻഡോസിൽ ഡിഫോൾട്ടിലി ക്രിയേറ്റ് ആകുന്ന ഫോൾഡറുകളാണ് ഇതാണ്ട് ഈ കാണുന്നത്. അത് ഏതൊക്കെയാ? ഡെസ്ക് ടോപ്പ്, ഡൗൺലോഡ്സ്, ഡോക്യുമെൻറ്റ്സ്, പിക്ചർ, മ്യൂസിക്, വീഡിയോസ്. ഇതിൽ ഒരെണ്ണം ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ആയിരിക്കും. ഒരെണ്ണം ഏതായിരിക്കും? ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ആയിരിക്കും. അപ്പം നമ്മൾ ഡോക്യുമെൻ്റല്ലേ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഡോക്യുമെൻറ്റുകളും ഫയലുകളും ഒക്കെ സേവ് ചെയ്യുന്നതിനും അത് മറ്റ് സോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് വിൻഡോസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോൾഡറാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൈ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോൾഡർ ആയിരിക്കും ഇവിടെ എന്തായിരിക്കുക? ഡിഫോൾട്ടായിട്ട് വരിക, ഓപ്പണായി വരിക. അതായത് നിങ്ങൾ എപ്പോൾ ഓപ്പൺ എടുത്താലും പുതുതായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് ഓഫീസ് ബട്ടൺ എടുത്ത് ഓപ്പൺ എടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ലൊക്കേഷൻ എന്ത് ചെയ്തിരിക്കും? ഓപ്പണായി കിടക്കും. ആ ലൊക്കേഷൻ ഏത് എന്നാണ് ചോദ്യം. ആ ലൊക്കേഷൻ്റെ പേരാണ് ഏത്? ആ ലൊക്കേഷൻ്റെ പേരാണ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത്. മറക്കല്ലേ. അപ്പോൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻറ്റിൻ്റെ ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷൻ ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? ഡോക്യുമെൻറ്റ്സ് ആണ് എന്ന് പറയണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഡോക്യുമെൻറ്റ്സ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഡോക്യുമെൻറ്റ്സിൽ ഇവിടെ പഴയ ഡോക്യുമെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓപ്പൺ ചെയ്തിട്ടുള്ള ഇല്ലാത്തതൊക്കെ ഉള്ള ഡോക്യുമെൻ്റൊക്കെ ഉണ്ടാവും. ഞാനിവിടെ പഴയ ഒരു ഡോക്യുമെൻറ്റ് ഞാൻ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്തു. ഇതൊരു പഴയ ഡോക്യുമെൻ്റാണ്, കണ്ടോ. ഇത് നേരത്തെ ചെയ്ത ഒരു പഴയ ഡോക്യുമെൻ്റാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് വളരെ പ്രധാനമാണ്, ഓർമ്മിച്ചിരിക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷനാണ് ഡോക്യുമെൻറ്റ്സിൽ നിന്ന് നമുക്ക് ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ മാറ്റി കൊടുക്കാം നിങ്ങൾക്ക്. നിങ്ങൾ ഓപ്പൺ എടുക്കുന്ന സമയത്ത് വേറെ വരുന്ന ലൊക്കേഷൻ ബോക്സ് ഉണ്ട്, കണ്ടോ. വേറെ ലൊക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ലൊക്കേഷനിലൊക്കെ ഡെസ്ക്ടോപ്പിലേക്ക് പോകണമെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് പോവാം, ഡൗൺലോഡ്സിലേക്ക് പോകണമെങ്കിൽ അവിടെ പോവാം. വേറെ ലൊക്കേഷനിലേക്ക് പോകാൻ പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഡിഫോൾട്ട്ലി ഡോക്യുമെൻറ്റ്സ് ആണ്. മറ്റ് സ്ഥലത്തുനിന്നും നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഓപ്പൺ ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? മറ്റ് സ്ഥലത്തേക്ക് പോയിട്ടും നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? അതാണ് പഠിച്ചത്. ഓക്കെ ആണ്, ശരി. ഇനി ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ, ഓപ്പണിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓപ്പണിൻ്റെ ഷോർട്ട് കട്ട് കീ നിങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ളത് തന്നെയാണ്. Ctrl+O ആണ് ഷോർട്ട് കട്ട് കീ. മറക്കല്ലേ, Ctrl+O ആണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് കീ. ഓർമ്മിച്ചിരിക്കുക, Ctrl+O
O കൊടുക്കുമ്പോഴത്തേക്കും ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ക്ലിയർലി? Ctrl+O ആണ് ഇവിടുത്തെ ഷോർട്ട് കട്ട് കീ എന്ന് ഓർമ്മിച്ചിരിക്കുക, മറന്നു പോകരുത്. ക്ലിയർ അല്ലേ? Ctrl+O ആണ് ഷോർട്ട് കട്ട് കീ എന്ന് വളരെ പ്രധാനമായിട്ട് ഓർമ്മിക്കുക. വേറെ ഒരു ഷോർട്ട് കട്ട് കീ പഠിക്കാനുണ്ട്. ഓപ്പണിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു ഷോർട്ട് കട്ട് കീ ആണ് Ctrl+F2. പിള്ളേരെ മറക്കല്ല്, Ctrl+F2. ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പണിന് നമുക്ക് പ്രധാനമായും ഉള്ള ഷോർട്ട് കട്ട് കീ ഒന്ന് Ctrl+O ആണ്. മറ്റൊന്ന് ഏതാണ്? Ctrl+F12 ആണ്. F12 ആണ്. F2 എന്നായിരിക്കും ഞാൻ പറയുന്നത്, സോറി. F12 ആണ്. 12 ആണ്. F12 ആണ്. Ctrl+F12 ആണ്. അപ്പോൾ ഓപ്പണിൻ്റെ ഷോർട്ട് കട്ട് കീകൾ ഏതൊക്കെയാണ്? Ctrl+Oയും Ctrl+F12 ആണ്. മറക്കല്ലേ പിള്ളേരെ? പഠിച്ചോണ്ടേ. Ctrl+Oയും Ctrl+F12 ആണ്. F12 ആണ്. Ctrl+F12 ആണ് ഷോർട്ട് കട്ട് കീ. ഓർമ്മിക്കുക. Ctrl+O ഒന്ന്, മറ്റൊന്ന് Ctrl+F12. ക്ലിയർ അല്ലേ? ശരി. ഇനി വേറൊരു ഷോർട്ട് കട്ട് കീ ഉപയോഗിക്കാം. Alt+F(O). മറക്കല്ലേ? Alt+F(O) എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയും ഉപയോഗിക്കാം. ഓപ്പണിൻ്റെ മറ്റൊരു ഷോർട്ട് കട്ട് കീ ആണ് Alt+F(O) എന്ന് പറയുന്നത്. Alt+F(O). അപ്പോൾ 3 പഠിച്ചേ. Ctrl+O, Ctrl+F12, Alt+F(O). ഇവയൊക്കെ എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? ഓപ്പണിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്. എന്തിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ്? ഓപ്പണിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ക്ലിയർ അല്ലേ? നിങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഓപ്പൺ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് സേവ് ആണ് പഠിക്കാനുള്ളത്. ഓഫീസ് ബട്ടണിൽ തന്നെയാണ് അടുത്ത ഫംഗ്ഷനാണ് സേവ് അല്ലേ? അപ്പോൾ ഇവിടെ സേവ് ചെയ്യുമ്പം ഒരുപാട് കാര്യങ്ങളുണ്ട്, ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ നമുക്കറിയാമല്ലോ ഡിഫോൾട്ട് ഡോക്യുമെൻ്റ് ടെംപ്ലേറ്റ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ആൻസർ ഏത് പറയും? നിങ്ങൾ ഏത് പറയും? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്. ഏതാണ്? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ് അല്ലേ? ഡിഫോൾട്ട് ഡോക്യുമെൻ്റ് ടെംപ്ലേറ്റ് ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഈ ബ്ലാങ്ക് ഡോക്യുമെൻറ്റിനെ ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് അല്ലേ കിടക്കുന്നത്? ഇവിടെ ഒന്നുമില്ലല്ലോ, ഇവിടെ കണ്ടൻറ്റ് ഒന്നും ടൈപ്പ് ചെയ്തിട്ടില്ലല്ലോ. ബ്ലാങ്ക് ഡോക്യുമെൻറ്റ് ഞാൻ എന്ത് ചെയ്യാണ്? സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ സേവ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഓഫീസ് ബട്ടൺ എടുത്തു, സേവ് കൊടുത്തു. ഓഫീസ് ബട്ടൺ എടുത്തു, എന്ത് കൊടുത്തു? സേവ് കൊടുത്തു. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഒരു ഡയലോഗ് ബോക്സ് വന്നു. ഓഫീസ് ബട്ടൺ എടുത്ത് സേവ് കൊടുത്തപ്പോൾ ഇവിടെ എന്ത് വന്നു? ഒരു ഡയലോഗ് ബോക്സ് വന്നു അല്ലേ? അപ്പോൾ ഈ ഡയലോഗ് ബോക്സിൽ നിങ്ങൾ നോക്കുക, ഈ ഓപ്പണായി വന്ന ഈ ഡയലോഗ് ബോക്സിൽ ഇവിടെയും ഡിഫോൾട്ട് ലൊക്കേഷൻ ആര് തന്നെയാണ്? ഡോക്യുമെൻറ്റ്സ് തന്നെയാണ്. സേവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സേവ് ചെയ്യുന്ന ഡയലോഗ് ബോക്സിൽ ഡിഫോൾട്ട് ലൊക്കേഷൻ സേവ് ചെയ്യാൻ ആദ്യമായിട്ട് സേവ് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് ഡിഫോൾട്ടായിട്ടൊരു ലൊക്കേഷൻ ഓപ്പൺ ആയി കിടക്കണമല്ലോ. മറ്റ് ലൊക്കേഷനിലേക്ക് നമുക്ക് സേവ് ചെയ്യാൻ പറ്റൂല എന്നല്ല, നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. എങ്കിലും ആദ്യം വരുന്ന ലൊക്കേഷൻ എപ്പോഴും ഏതായിരിക്കും? ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും എന്ന് ഓർമ്മിക്കുക. ക്ലിയർലി? ഡിഫോൾട്ട് ഓപ്പൺ ലൊക്കേഷനും ഡിഫോൾട്ട് സേവിങ് ലൊക്കേഷനും ഏത് തന്നെയാണ്? ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് പഠിക്കുക. ഡോക്യുമെൻറ്റ്സ് ആണ് എന്നുള്ളത് തന്നെ പഠിച്ചിരിക്കുക. ക്ലിയർലി? ശരി. അപ്പം ഞാനിവിടെ സേവ് ചെയ്യാൻ വേണ്ടി ഇനി വരെയാണ്. ഇനി നോക്കിയോ, ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്ട ഈ എഴുതിയിരിക്കുന്ന പേര് കണ്ടോ? ഫയൽ നെയിം എന്നല്ലേ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫയൽ നെയിമിൽ എന്തോ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് കണ്ടോ? DOC1 എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് എഴുതിയിട്ടുണ്ട് DOC1. അപ്പോൾ അവിടെ നിങ്ങൾ എങ്ങനെ പഠിക്കും? ഡിഫോൾട്ട് ഫയൽ നെയിം അല്ലേ? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സേവ് ചെയ്യുമ്പോൾ വരുന്ന അല്ലെങ്കിൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സേവ് ചെയ്യുമ്പോഴുള്ള ഡിഫോൾട്ട് ഫയൽ നെയിം ഏത് എന്ന് ചോദിച്ചാൽ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ DOC1 ആണ്. ഞാൻ 2007 കാര്യമാണ് പറയുന്നത്. ക്ലിയർലി? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ DOC1 ആണ് എന്ന് പഠിക്കുക. ക്ലിയർലി? ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ ഏതാണ്? DOC1 ആണ് എന്ന് തന്നെ പഠിക്കുക. എന്നാൽ കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് ആണെങ്കിൽ അവിടെ മാറുമേ, ഫയൽ നെയിം മാറുമേ. അത് നമുക്ക് പഠിക്കാം. നമുക്ക് കണ്ടന്റ് ഇട്ടിട്ട് വരാം. ഇപ്പോൾ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് DOC1 ആണ് ഫയൽ നെയിം എന്ന് പഠിക്കുക. DOC1 ആണ് ഫയൽ നെയിം. ഓക്കെ അല്ലേ പിള്ളേരെ? ശരി, നമുക്ക് കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് സേവ് ചെയ്ത് നോക്കാം. ഇവിടെ കണ്ടന്റ് വേണമല്ലോ. കണ്ടന്റ് എടുക്കാം. നോക്കിയോ കണ്ടന്റ്. ഇപ്പോൾ ഇവിടെ നോക്കിയോ, ഇവിടെ കണ്ടന്റ് ഉണ്ട്. കണ്ടോ? കണ്ടന്റ് വന്നു. കണ്ടല്ലോ? ഇത് കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് ആണ്. ഇപ്പോൾ കണ്ടന്റ് ഞാൻ ടൈപ്പ് ചെയ്തു, കണ്ടന്റ് വന്നു. അപ്പോൾ ഇത് കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് ആണ്. ഈ കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് എങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ നോക്കാം. ഞാൻ ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സേവ് ചെയ്യുക. കണ്ടന്റ് മാത്രം ടൈപ്പ് ചെയ്ത് വെച്ചു,
എന്നിട്ട് ഞാൻ സേവ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മുകളിൽ ഒന്ന് ശ്രദ്ധിച്ചോണേ, മുകളിൽ എന്താ കിടക്കുന്നത്? മുകളിൽ ഡോക്യുമെൻറ്റ് നെയിം കിടപ്പുണ്ട്. എന്തെന്നാ? ഡോക്യുമെൻറ്റ് 1 എന്ന് കിടപ്പുണ്ട്. ഡോക്യുമെൻറ്റ് നെയിം എന്നാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഡിഫോൾട്ട് ഡോക്യുമെൻറ്റ് നെയിം ഏതാണ്? ഡോക്യുമെൻറ്റ് 1 തന്നെയാണ്. ക്ലിയർലി? ഇനി ഡിഫോൾട്ട് ഫയൽ നെയിം പിന്നെ ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ DOC1 എന്ന് തന്നെ എഴുതണം. PSC അത് രണ്ടും ഡോക്യുമെൻറ്റ് 1ഉം DOC 1 ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ക്ലിയർലി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഓർമ്മിക്കേണ്ടത് ഡിഫോൾട്ട് ഫയൽ നെയിം എന്നാണെങ്കിൽ എന്തേ എടുക്കാവൂ? ഡിഫോൾട്ട് ഫയൽ നെയിം എന്നാണെങ്കിൽ അത് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് ആണെങ്കിൽ DOC1 എന്നേ എടുക്കാവൂ, DOC1 എന്നേ എഴുതാവൂ. ക്ലിയർലി? ഡിഫോൾട്ട് ഡോക്യുമെൻറ്റ് നെയിം എന്നാണ് ചോദ്യമെങ്കിൽ ഡോക്യുമെൻറ്റ് 1 എടുക്കുക. ഏതെടുക്കുക? ഡോക്യുമെൻറ്റ് 1 എടുക്കുക. ഇനി കണ്ടന്റ് ഉള്ള ഡോക്യുമെൻറ്റിൻ്റെ ഡിഫോൾട്ട് ഫയൽ നെയിമാണ് നമുക്ക് വേണ്ടത്. കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് ആണ് ഇത്. സേവ് ചെയ്യാൻ പോവുകയാണ്. നോക്കിയോ, സേവ് കൊടുത്തു, ഡയലോഗ് ബോക്സ് വന്നു, ഡിഫോൾട്ട് ലൊക്കേഷൻ കാണിച്ചു, ഡോക്യുമെൻറ്റ്സ് ഒന്ന് ഫയൽ നെയിം നോക്കുകയാണ്. ഫയൽ നെയിം നോക്കുമ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ ആ ടൈപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന ക്യാരക്ടറുകളാണ് ഇവിടെ കിടക്കുന്നത്. ആദ്യത്തെ വരിയാണ്. നോക്കിയോ, ആദ്യത്തെ വരിയിലുള്ള എത്ര ക്യാരക്ടർ ഉണ്ട് എന്ന് നോക്കണം. നിങ്ങൾക്കിത് കാണാമെന്ന് വിശ്വസിക്കുന്നു. ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓൺ ദ ഇൻസേർട്ട് ടാബിന് നമുക്ക് എത്ര ക്യാരക്ടർ ഉണ്ടെന്ന് നോക്കാം. നോക്കിക്കോ, 1 2 3 സ്പേസും കൂടി ചേർത്താണ്, സ്പേസ് ക്യാരക്ടറാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 ക്യാരക്ടർ വിത്ത് സ്പേസ് ആയിരിക്കും. അതായത് കണ്ടന്റ് ഉള്ള ഡോക്യുമെൻറ്റുകൾ സേവ് ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ഫയൽ നെയിം എന്ന് പറയുന്നത് കണ്ടന്റ് ആയിരിക്കും. ആ കണ്ടന്റിലെ ആദ്യത്തെ 17 ക്യാരക്ടർ വിത്ത് സ്പേസ് ആയിരിക്കും എന്താകുക? ഡിഫോൾട്ട് ഫയൽ നെയിം ആയിട്ട് മാറുക എന്നുള്ളത് പഠിക്കുക. ഓക്കെ ആണോ ഞാൻ പറഞ്ഞത്? ആദ്യത്തെ 12 ക്യാരക്ടർ വിത്ത് സ്പേസ് ആയിരിക്കും ഡിഫോൾട്ട് ഫയൽ നെയിം ആയിട്ട് മാറുക എന്നുള്ളത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർലേ? അപ്പോൾ ഇതൊരു പാരാമീറ്ററാണ്. ഈ കാണുന്നത് ഒരു ബോക്സ് ആണ്. ഈ പാരാമീറ്ററിൽ 256 ക്യാരക്ടർ വരെ നമുക്ക് ടൈപ്പ് ചെയ്ത് വെക്കാൻ പറ്റും. 250 ഇനി അങ്ങോട്ട് അടിക്കാൻ വേണമെങ്കിൽ 256 ക്യാരക്ടർ വരെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനകത്ത് ടൈപ്പ് ചെയ്യാം. ഈ പാരാമീറ്ററിൽ ടൈപ്പ് ചെയ്യാൻ പറ്റും. എന്നാൽ ഡിഫോൾട്ടിൽ കാണിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി 17 എണ്ണം ഇല്ലെങ്കിൽ എത്രയാണോ ഉള്ളത് അത്രയും കാണിക്കും. ക്ലിയർലേ? അപ്പോൾ അവിടെ കണ്ടന്റ് ഉള്ള ഡോക്യുമെൻ്റ് സേവ് ചെയ്യാൻ പഠിച്ചു. ബ്ലാങ്ക് ഡോക്യുമെൻ്റ് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. ലൊക്കേഷൻസ് എന്താണെന്ന് മനസ്സിലായി എങ്കിൽ നമുക്കിതിൻ്റെ ഷോർട്ട് കട്ട് കീ പഠിക്കാം. അപ്പോൾ സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ് എന്നാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനുള്ളത്. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ നിങ്ങൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാമെന്നുള്ളത് തന്നെയാണ്. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ആണ് Ctrl+S എന്നുള്ളത്. പിള്ളേരെ, Ctrl+S എന്നുള്ളത് ഓർമ്മിക്കുക. Ctrl+S ആണ് സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, Ctrl+S ആണ് എന്നുള്ളതാണ്. ക്ലിയർലേ? അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കീ വേറെ ഉപയോഗിക്കാം. സേവ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ നമുക്ക് വേറെ കൊടുക്കാൻ പറ്റും. നോക്കിയോ, Ctrl+S നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ ഷിഫ്റ്റ് F12 മറക്കല്ലേ, ഷിഫ്റ്റ് F12 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. Ctrl+S ഷിഫ്റ്റ് F12 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. ക്ലിയർലേ? ഒന്ന് Ctrl+S, മറ്റൊന്ന് ഷിഫ്റ്റ് F12 എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ അവിടെ ഉപയോഗിക്കാം. അടുത്ത Alt+F എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. എഴുതിയെടുത്ത് പോണേ. Alt+F എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീ നമുക്ക് ഉപയോഗിക്കാം. സേവ് ചെയ്യാൻ 3 ഷോർട്ട് കട്ട് കീ ഞാൻ പറഞ്ഞു തന്നെ പിള്ളേരെ. Ctrl+S ഷിഫ്റ്റ് F12 Alt+Fs. മറക്കല്ലേ പിള്ളേരെ? Alt+Fs എന്ന് പറയുന്ന ഷോർട്ട് കട്ട് കീയും നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. എന്ത് ചെയ്യാൻ? സേവ് ചെയ്യാൻ. ഓക്കെ അല്ലേ? ഇനി ഈ ജസ്റ്റ് PSC ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഹൗ മെനി വേ ടു സേവ് എ ഡോക്യുമെൻറ്റ് എന്നൊരു ചോദ്യം ചുമ്മാ നമ്പർ ഇട്ട് ചോദിച്ചാൽ നിങ്ങൾ അവിടെ ആൻസർ എത്ര എടുക്കും എന്നുള്ളതാണ്. ക്ലിയർലേ? ഹൗ മെനി വേ ടു സേവ് എ ഡോക്യുമെൻറ്റ്, ഒരു ഡോക്യുമെൻറ്റ് സേവ് ചെയ്യാൻ എത്ര വഴികളുണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ആൻസർ എത്ര എടുക്കും? അവിടെ ആൻസർ നിങ്ങൾ എടുക്കുക 5 എന്ന് എടുത്താൽ മതി. 5 എന്ന് എടുക്കുക. ക്ലിയർലേ? നിങ്ങൾ വേറെ ഒന്നും അറിയണ്ട, 5 എന്ന് അങ്ങ് എടുക്കുക. ക്ലിയർലേ? അവിടെ 5 അല്ല കൂടുതൽ രീതിയിൽ നമുക്ക് സേവ് ചെയ്യാം. എങ്കിലും നിങ്ങൾ ആൻസർ എത്ര എടുക്കുക? 5 എടുക്കുക. ക്ലിയർലേ?
ഇനി ഫസ്റ്റ് ടൈം ഒരു ഡോക്യുമെൻ്റ് സേവ് കൊടുത്താലും സേവസ് കൊടുത്താലും ഒരേ ഇമ്പാക്റ്റ് ആണ്. സേവ് ചെയ്യുന്നതും സേവസ് ചെയ്യുന്നതും. നമ്മൾ സേവ് കൊടുക്കുമ്പോഴും സേവസ് കൊടുക്കുമ്പോഴും വരുന്ന ഡയലോഗ് ബോക്സ് ഏത് തന്നെയാണ്? സേവസ് എന്ന് പറയുന്ന ഡയലോഗ് ബോക്സ് തന്നെയാണ്. സേവ് കൊടുത്താലും വരുന്ന ഡയലോഗ് ബോക്സ് സേവസ് തന്നെയാണ്. സേവസ് കൊടുത്താലും വരുന്ന ഡയലോഗ് ബോക്സ് ഏത് തന്നെയാണ്? സേവ് തന്നെയാണ്. ഫസ്റ്റ് ടൈമിൽ ഒരു ഡോക്യുമെൻ്റ് നമ്മൾ സേവ് കൊടുക്കുന്നതും സേവസ് കൊടുക്കുന്നതും എന്ത് തന്നെയാണ്? ഒരുപോലെ തന്നെയാണ്. ക്ലിയർലേ? സേവസിന് വേറൊരു പ്രത്യേകത ഉണ്ട്, നമുക്ക് പിന്നെ പഠിക്കാം. ഞാൻ സേവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ക്ലിയർലേ? അപ്പോൾ സേവ് ഇത്രയേ ഉള്ളൂ പഠിക്കാൻ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾക്കത് ഓക്കെ അല്ലേ? സേവ് അടുത്ത ഇതിലേക്ക് പോയാലോ? സേവ് നിങ്ങൾ പഠിച്ചു. ഞാൻ സേവ് ചെയ്തില്ലേ? ഞാൻ ഒരെണ്ണം സേവ് ചെയ്യട്ടെ. നോക്കിയോ, ഒരെണ്ണം സേവ് ചെയ്യാണ്. ഓഫീസ് ബട്ടണിൽ പോയിട്ട് സേവ് കൊടുക്കണം. ഓഫീസ് ബട്ടണിൽ പോയിട്ട് ഞാൻ എന്ത് കൊടുക്കുകയാണ്? സേവ് കൊടുക്കുകയാണ്. അപ്പോൾ സേവ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ എന്ത് വന്നു? സേവ് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് വന്നു. ഞാനിവിടെ ഡെസ്ക് ടോപ്പ് കൊടുത്തു. ഏത് കൊടുത്തു? ഡെസ്ക് ടോപ്പ് കൊടുത്തു. അവിടെ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഓൺ ദ ഇൻസേർട്ട് ടാബ് തന്നെ കിടക്കട്ടെ. ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്ന ഫയൽ നെയിം തന്നെ കിടക്കട്ടെ. ഞാൻ എന്ത് കൊടുക്കുക? സേവ് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഈ ഡോക്യുമെൻ്റ് എന്തായി? സേവായി. ക്ലിയർ അല്ലേ? ഈ ഡോക്യുമെൻ്റ് ഇപ്പോൾ എന്തായടാ? സേവായി. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അവിടുത്തെ ഡോക്യുമെൻ്റ് നെയിം മാറിയില്ലേ? ഡോക്യുമെൻ്റ് നെയിം എന്തായി? ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്നായി. അതായത് എപ്പോഴാണോ ഒരു ഫയൽ സേവ് ചെയ്യുന്നത് ആ സമയത്ത് ഫയൽ നെയിം എന്തായി മാറും? ഡോക്യുമെൻ്റ് നെയിമായിട്ട് മാറും. ക്ലിയർ അല്ലേ? ഒരു ഫയൽ സേവ് ചെയ്താൽ ആ സേവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഫയൽ നെയിം എന്തായിട്ട് മാറും പിള്ളേരെ? ഡോക്യുമെൻ്റ് നെയിമായിട്ട് മാറുമെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർ അല്ലേ? ഒരു ഫയൽ നമ്മൾ എപ്പോഴാണോ സേവ് ചെയ്യുന്നത് ആ സമയത്ത് ആ ഡോക്യുമെൻറ്റിൻ്റെ നെയിം ഫയൽ നെയിമായിട്ട് മാറും എന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. ഓക്കെ അല്ലേ? കിട്ടൂലേ? നിങ്ങൾ ഓർമ്മിക്കൂലേ? സെറ്റല്ലേ? ശരി, സേവസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ സേവ് ചെയ്തു. എവിടെയാണ് സേവ് ചെയ്തത്? ഡെസ്ക് ടോപ്പിലാണ് സേവ് ചെയ്തത് അല്ലേ? ഡെസ്ക് ടോപ്പിലല്ലേ സേവ് ചെയ്തത്? ഡെസ്ക് ടോപ്പിൽ ഫയൽ നെയിം നമുക്കറിയാം. ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് പറയുന്ന ഫയൽ നെയിം കൊടുത്താണ് ഞാൻ എന്ത് ചെയ്തത്? സേവ് ചെയ്തത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ലൊക്കേഷനിൽ ഒരേ ഫയൽ നെയിമിൽ ഡിഫറൻറ്റ് ഫയൽ അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ സെയിം ഫയൽ നെയിമിലുള്ള ഒരു ഫയൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? സേവ് ചെയ്യാൻ പറ്റൂല. അതായത് വേർഡ് ഫയലുകളിൽ ഇനി ഒരു വേർഡ് ഫയലിനെ നമുക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞിട്ട് ഡെസ്ക് ടോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റൂല? സേവ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോഴും ഓർമ്മിക്കുക. ഒരു സെയിം ഫയൽ നെയിമിൽ ഒരേ ഫയൽ എന്ത് ചെയ്യാൻ പറ്റില്ല? സേവ് ചെയ്യാൻ പറ്റില്ല. ഇത് എപ്പോഴും എന്ത് ചെയ്തിരിക്കുക? ഓർമ്മിച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഡെസ്ക് ടോപ്പിൽ ഇനി എന്ത് ചെയ്യാൻ പറ്റൂല? ഈ ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞ പേരിൽ ഈ ഫയൽ നെയിം ഇതേപോലത്തെ ഒരു ഫയൽ എന്ത് ചെയ്യാൻ പറ്റില്ല? വേർഡ് ഫയൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, സെയിം മാറ്റർ, ഈ കിടക്കുന്ന സെയിം മാറ്ററിന് എനിക്ക് ഡെസ്ക് ടോപ്പിൽ തന്നെ ഒരു ഫയലും കൂടി വേണം. നമ്മളിപ്പോൾ ഞാനിവിടെ ക്ലോസ് ചെയ്തു. ഡെസ്ക്ടോപ്പാണിത്. ഇവിടെ കണ്ട ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് കിടപ്പുണ്ട്. ഓക്കെ, എനിക്ക് ഇതേ സെയിം സാധനം ഒന്നുകൂടി വേണം. അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ഇത് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ ഫയലിൽ പോയിട്ട് അല്ലെങ്കിൽ ഓഫീസ് ബട്ടണിൽ പോയിട്ട് എന്തെടുക്കുന്നു? സേവസ് കൊടുക്കുന്നു. ഡെസ്ക്ടോപ്പ് കൊടുക്കുകയാണ്. ഡെസ്ക്ടോപ്പാണ് എൻ്റെ ലൊക്കേഷൻ. ഞാൻ ഡെസ്ക്ടോപ്പ് ലൊക്കേഷൻ കൊടുത്തു. ഓക്കെ, എനിക്ക് ഓൺ ദ ഇൻസേർട്ട് ടാബ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? അവിടെ സേവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ അവിടെ വേറൊരു ഫയൽ നെയിം എന്ത് ചെയ്യുന്നു? ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. വേറൊരു ഫയൽ നെയിം അവിടെ കൊടുക്കുന്നു. 123 എന്നുള്ള ഫയൽ നെയിം കൊടുത്തു, സേവ് കൊടുത്തു. 123 എന്നുള്ള ഫയൽ നെയിം കൊടുത്തു, സേവ് കൊടുത്തു. ഞാനിത് ക്ലോസ് ചെയ്തിട്ട് നോക്കുമ്പോൾ കണ്ട ഇവിടെ ഓൺ ദ ഇൻസേർട്ട് ടാബ് ഉണ്ട്, 123 ഉണ്ട്. ഞാൻ ഓൺ ദ ഇൻസേർട്ട് ടാബ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഒരു കണ്ടന്റ് ഉണ്ട്. കണ്ടല്ലോ, സെയിം കണ്ടന്റ് തന്നെയാണ് 123 ഓപ്പൺ ചെയ്യുമ്പോഴും ഉണ്ടാകുക. 123 ഓപ്പൺ ചെയ്തു, അപ്പോഴും എന്ത് തന്നെയാണ്? സെയിം കണ്ടന്റ് തന്നെയാണ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഞാനിവിടെ ചെയ്ത പ്രവൃത്തിയെ നിങ്ങൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരിക്കൽ സേവ് ചെയ്ത ഫയലിൻ്റെ കോപ്പി എടുക്കുന്നതിന് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് സേവസ്. പിള്ളേരെ അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടേ. ഒരിക്കൽ സേവ് ചെയ്ത സേവ്ഡ് ആയിട്ടുള്ളൊരു ഫയലിൻ്റെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരിക. സേവ് ചെയ്തൊരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത്? സേവ് ചെയ്തൊരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ഏത്? സേവ് ചെയ്തൊരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? സേവസ് എന്ന് പറയുന്നത്. സേവസ്. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ഒരിക്കൽ സേവ് ചെയ്ത ഫയൽ നെയിം മാറ്റി സെയിം ലൊക്കേഷനിലോ, ഒരിക്കൽ സേവ് ചെയ്തൊരു ഫയൽ നെയിം മാറ്റി സെയിം ലൊക്കേഷനിലോ, അല്ലെങ്കിൽ സെയിം ഫയൽ നെയിമിൽ മറ്റൊരു ലൊക്കേഷനിലോ
സേവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? സേവ് എസ് എന്ന് പറയുന്നത്. ഒരിക്കൽ സേവ് ചെയ്തൊരു ഫയല് സെയിം ലൊക്കേഷനിൽ ഡിഫറൻറ്റ് ഫയൽ നെയിമിലോ മറ്റൊരു ഫയൽ നെയിമിലോ അല്ലെങ്കിൽ സെയിം ഫയൽ നെയിമിൽ മറ്റൊരു ലൊക്കേഷനിലോ സേവ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഏത്? സേവസ് എന്ന് പറയുന്നത്. ഓർമ്മിക്കുക, സേവസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സേവസിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് F12. സേവസിൻ്റെ ഷോർട്ട് കട്ട് കീ ഒറ്റ ഷോർട്ട് കട്ട് കീ F12 ആണ്. വളരെ പ്രധാനപ്പെട്ട ഷോർട്ട് കട്ട് കീ, ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. F12 സേവസിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? F12 ആണ്. ഇപ്പോഴും പഠിക്കുക, സേവ് ചെയ്തൊരു ഫയലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ചോദിച്ചാലും ഏതാണ്? സേവസ് ആണ് പിള്ളേരെ, സേവസ് ആണെന്നുള്ളത് ഓർമ്മിച്ചിരിക്കുക. ക്ലിയർലേ? ഇനി ഷോർട്ട് കട്ട് കീ മറക്കൽ F12 ആണ്. അല്ലെങ്കിൽ മറ്റൊരു ഷോർട്ട് കട്ട് കീ ഓർമ്മിക്കുക, Alt F A എന്ന് പഠിക്കുക. ഓക്കെ അല്ലേ? Alt പ്ലസ് F പ്ലസ് A എന്ന് പഠിക്കുക. Alt F A ഉപയോഗിച്ച് എന്ത് ചെയ്യാം? സേവസ് ചെയ്യാം. ഓക്കെയാണ്. അപ്പം നമ്മൾ ന്യൂ പഠിച്ചു, ഓപ്പൺ പഠിച്ചു, സേവ് പഠിച്ചു, സേവസ് പഠിച്ചു. നിങ്ങൾ ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി പഠിക്കേണ്ടത് പ്രിൻ്റ് ആണ്. പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓർമ്മിക്കുക, ഓഫീസ് ബട്ടണിൽ പ്രിൻ്റ് ആണ്. പ്രിൻ്റ് എന്താ? നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി എടുക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? പ്രിൻ്റ് ഉപയോഗിക്കുന്നത്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ ഹാർഡ് കോപ്പി എടുക്കാനാണ് ഏത് ഉപയോഗിക്കുന്നത്? പ്രിൻ്റ് ഉപയോഗിക്കുന്നത്. ക്ലിയർലേ? അപ്പോൾ ഞാൻ പ്രിൻ്റ് കൊടുത്തു. പ്രിൻ്റ് കൊടുത്തു. അപ്പോൾ പ്രിൻ്റ് ഡയലോഗ് ബോക്സ് വന്നു. കണ്ടോ? പ്രിൻ്റ് ഡയലോഗ് ബോക്സ് വന്നില്ലേ? പ്രിൻ്റ് ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നു. ഓക്കെ, ഈ പ്രിൻ്റ് ഡയലോഗ് ബോക്സിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ പേരാണ്. പ്രിൻ്റർ നെയിം എന്ന് പറയും. എന്തെന്ന് പറയും? പ്രിൻ്റർ നെയിം എന്ന് പറയുന്നതിന്. ഓക്കെ, പ്രിൻ്റ് ഡയലോഗ് ബോക്സിൽ ആദ്യം ആരുണ്ട്? പ്രിൻ്റർ നെയിം ഉണ്ട്. പ്രിൻ്ററിൻ്റെ പേര്, അതായത് ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഇപ്പം നിങ്ങൾ ഓഫീസിലേക്ക് വരികയാണ്, പുതിയൊരു അഡ്വൈസൊക്കെ കിട്ടി, നിങ്ങൾ എവിടെ വരികയാണ്? ഓഫീസിൽ വരികയാണ്. ഓഫീസിൽ വന്നിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മളെ ചുറ്റും ഇരിക്കുന്ന പ്രിൻ്ററിൻ്റെ പേര് പഠിച്ച് വയ്ക്കുക എന്നുള്ളതാണ്. കാരണം ആ പ്രിൻ്ററിൻ്റെ പേരായിരിക്കും ഇതിനകത്തുണ്ടാവുക. ഇപ്പോൾ പ്രിൻ്ററിൻ്റെ പേര് ഏതൊക്കെയായിരിക്കും? പ്രിൻ്റർ ഏതൊക്കെയാണ്? കെനോൺ ഉണ്ട്, എപ്സൺ ഉണ്ട്, കെയ്സറ ഉണ്ട്, സെറോക്സ് ഉണ്ട്, HP ഉണ്ട്, ഇല്ലേ? അപ്പോൾ ഇതിലേതെങ്കിലും ആയിരിക്കും. ഇത് നിങ്ങൾ അവിടെ ഓഫീസിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും നിങ്ങൾ നോക്കുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന പ്രിൻ്റർ ഏതൊക്കെയാണെന്ന് ഒന്ന് ഓർമ്മിച്ച് വെച്ചിരിക്കുക. കാരണം നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോഴത്തേക്കും നമുക്കറിയണം ഏത് പ്രിൻ്ററിലാണ് പ്രിൻ്റ് വരേണ്ടതെന്ന്. ക്ലിയർലേ? ചിലപ്പോൾ ഒരു ഓഫീസിൽ ഒരു പ്രിൻ്ററേ കാണുള്ളൂ, എങ്കിൽ കുഴപ്പമില്ല. ഇല്ല എങ്കിൽ ഒരുപാട് പ്രിൻ്ററുള്ള വലിയ ഓഫീസിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് കൊടുക്കേണ്ട പ്രിൻ്റർ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യലാണ് ആദ്യത്തെ പണി. ആ പ്രിൻ്ററിൻ്റെ പേര് ഇവിടെ നിന്ന് എന്ത് ചെയ്ത് കൊടുക്കണം? സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രിൻ്ററുകളുടെ പേരുണ്ട്. കണ്ടോ? ഞാൻ എപ്സൺ L380 സീരീസ് ഞാൻ എന്ത് ചെയ്തു? സെലക്ട് ചെയ്തു. അപ്പോൾ അത് ഇതിൽ കണക്റ്റഡ് ആയിരിക്കണം, എങ്കിലേ കൊടുക്കുന്നത് പ്രിൻ്റ് അതിൽ വരുള്ളൂ. ക്ലിയർലേ? അപ്പോൾ ഞാൻ അല്ലെങ്കിൽ പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും എപ്സൺ L380 കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രിൻ്റ് ആവും. കാരണം പ്രിൻ്റർ മെമ്മറിയിൽ അത് എന്ത് ചെയ്യും? സ്പൂളർ മെമ്മറിയിൽ അത് എപ്പോഴും ഉണ്ടാവും. നമ്മൾ പ്രിൻ്റ് ചെയ്ത സാധനം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് വരെ അവിടെ കാണും. നമ്മൾ എന്നാണ് കൊണ്ടുപോയി പ്രിൻ്ററിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നത് അന്ന് പ്രിൻ്റ് വരും. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഇതൊക്കെ ചെയ്യാൻ. ഒരുപാട് പേപ്പർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം ഉണ്ടാവും. അതുകൊണ്ട് എപ്പോഴും ഓർമ്മിക്കുക. ക്ലിയർലേ? ശരി, അപ്പോൾ പ്രിൻ്ററിൻ്റെ കാര്യമാണ് പഠിച്ചത്. പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്യുക എന്ന് തന്നെയാണ് ആദ്യത്തെ ജോലി. ക്ലിയർലേ? ഇവിടെ പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ജോലി. പ്രിൻ്ററിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്യുന്നു? സെലക്ട് ചെയ്തു. ഇവിടെ സെലക്ട് ചെയ്ത പ്രിൻ്ററിൻ്റെ പേരെന്താ? എപ്സൺ L380 അല്ലേ? L380 ആണ് ഞാൻ എന്ത് ചെയ്തത്? സെലക്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ജോലിയാണ് ഇവിടെ പേജ് റേഞ്ച് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. പേജ് റേഞ്ച് എന്ന് പറഞ്ഞാൽ എൻ്റെ ഡോക്യുമെൻറ്റിൽ എത്ര പേജ് ഉണ്ടെന്നും അതിലേതൊക്കെ പേജാണ് നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡീൽ ചെയ്യുന്നത്. നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ ഡോക്യുമെൻറ്റിൽ 50 പേജ് ഉണ്ടെന്ന് വിചാരിക്കാം. ഡോക്യുമെൻറ്റിൽ 50 പേജുണ്ട്. അപ്പോൾ ഈ 50 പേജും എനിക്ക് വേണം. 50 പേജും എനിക്ക് 1 by 1 ആയിട്ടോ ബാക്ക് ടു ബാക്ക് ആയിട്ടോ 50 പേജും എനിക്ക് വേണമെങ്കിൽ ഞാൻ വേറെ ഒന്നും ചെയ്യണ്ട. പേജ് റേഞ്ച് ഇവിടെ ഓളെന്ന് കിടപ്പുണ്ട്, അങ്ങ് ഓൾ കൊടുത്തിട്ട് പ്രിൻ്റ് കൊടുത്താൽ മതി, 50 പേജും വരും. ഓക്കെ അല്ലേ? അപ്പോൾ എനിക്ക് 50 പേജും വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇവിടെ ആൾ കൊടുത്ത് എന്ത് കൊടുത്താൽ മതി? പ്രിൻ്റ് കൊടുത്താൽ മതി. 50 പേജും എന്തായി വരും? പ്രിൻ്റായിട്ട് വരും. ക്ലിയർലേ?
അല്ല എനിക്ക് ഓൾട്ടർനേറ്റീവ്ലി ആദ്യത്തെ പേജും പിന്നെ ഒരു 15ാമത്തെ പേജും ഒരു 30ാമത്തെ പേജും ഒക്കെയാണ് വേണ്ടത് എങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്ത ശേഷം ഇവിടെ വേണ്ട പേജ് ഏതൊക്കെയാണ് എന്ന് കൊടുക്കണം. അതെങ്ങനെയൊക്കെ കൊടുക്കാം? ഇപ്പോൾ കണ്ടിന്യൂസ്ലി ആണ് വേണ്ടതെങ്കിൽ, തുടരെയാണ് വേണ്ടതെങ്കിൽ, ഇപ്പോൾ 1 മുതൽ 5 വരെ വേണം എങ്കിൽ നമുക്കിവിടെ എന്ന് കൊടുക്കാം 1 to 5 എന്ന് കൊടുക്കാം. ഇപ്പോൾ നോക്കിയോ, ഇങ്ങനെ കൊടുക്കാം. 1 മുതൽ ഒരു ഹൈഫൺ ഇടുന്നു, 1 മുതൽ 5 വരെ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി 1 മുതൽ 5 വരെ വന്നതിന് ശേഷം എനിക്ക് 10 മുതൽ 12 വരെ വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? 1 മുതൽ 5 വരെ എന്ന് കഴിഞ്ഞ ശേഷം ഞാനൊരു കോമ ഇടും. അത് കഴിഞ്ഞ് എനിക്ക് അടിക്കേണ്ടത് ഇങ്ങനെയാണ്: 10 മുതൽ 12 വരെ, 10 മുതൽ 12 വരെ. ഓക്കെ അല്ലേ? ഇനി അതിനുശേഷം എനിക്ക് വേണ്ടത് 21ാമത്തെ പേജാണ്. അപ്പം ഞാൻ എത്ര കൊടുത്തു? 21 കൊടുത്തു. അതിനുശേഷം എനിക്ക് വേണ്ടത് 26ാമത്തെ പേജാണ്. കോമ ഇട്ട് 26 കൊടുത്തു. ക്ലിയർ അല്ലേ? അതായത് ഓൾട്ടർനേറ്റീവ് പേജുകൾ വരാൻ വേണ്ടി കോമയും കണ്ടിന്യൂസ് സീരീസ് വരാൻ വേണ്ടി ഹൈഫണും നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇതാണ് വാലിഡ് പേജ് റേഞ്ച്. ഇങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക്. ഇങ്ങനെ അല്ലാത്ത ഒരു പേജ് റേഞ്ച് ഇവിടെ എടുക്കില്ല. ക്ലിയർ അല്ലേ? ഇതാണ് ഇവിടുത്തെ വാലിഡ് പേജ് റേഞ്ച് എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക. ഇതേപോലെ പേജ് റേഞ്ച് നമ്മളിവിടെ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? പേജ് റേഞ്ച് സെറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കണ്ടാടെ, നമ്പർ ഓഫ് കോപ്പീസ്. അപ്പോൾ ഞാൻ അവിടെ ഒരു കോപ്പിയാണെങ്കിൽ ഒരു കോപ്പി, കൂടുതൽ വേണമെങ്കിൽ അത് കൊടുത്ത് ഓക്കെ ബട്ടൺ പറഞ്ഞാൽ എന്ത് വരും? പ്രിൻ്റ് വരും. ക്ലിയർ അല്ലേ? എന്ത് വരും? പ്രിൻ്റ് വരും. അത്രയും. ഇപ്പോൾ 5 കോപ്പി വേണമെന്ന് പറഞ്ഞാൽ 5 കോപ്പി വരും പ്രിൻ്റ്. ക്ലിയർ അല്ലേ? ഇനി ആ 5 കോപ്പി വരുമ്പോഴുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഇനി അടുത്ത് പഠിക്കാനുള്ളത്. ഇവിടെ ഒരാളുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ കൊളേറ്റ് എന്നൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ട്. കൊളേറ്റ് എഴുതിക്കോ. കൊളേറ്റ് എന്താണെന്ന് എഴുതിക്കോ. കൊളേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഒന്നിൽ കൂടുതൽ കോപ്പികൾ അല്ലെങ്കിൽ 2ഓ അതിലധികമോ കോപ്പികൾ, ഒരു ഡോക്യുമെൻറ്റിൻ്റെ 2ഓ അതിലധികമോ കോപ്പികൾ ഡിഫോൾട്ട് പ്രിൻ്ററിൽ ഓർഡറിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഓർഡറിൽ പ്രിൻ്റ്. ആ ഓർഡർ എന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യുക. ഓർഡറിൽ പ്രിൻ്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് കൊളേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർലി? ഇപ്പോൾ ഒരു കോപ്പി ആണെങ്കിൽ നമുക്ക് കൊളേറ്റിൻ്റെ ആവശ്യമില്ല. 2ഓ 3ഓ കോപ്പികളൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 5 പേജിൻ്റെ 3 കോപ്പി നിങ്ങൾക്ക് വേണം. അപ്പോൾ ആദ്യം ഒരു 5 പേജിൻ്റെ ഓരോ കോപ്പി വെച്ച് വരെയാണ്. 1, 2, 3, 5 പേജ് ആദ്യം വരുന്നു. വീണ്ടും 1, 2, 3, 5 പേജ് വരുന്നു. വീണ്ടും 5 പേജ് വരുന്നു. അങ്ങനെ 3 കോപ്പി വരുന്നതാണോ? അതോ ആദ്യം ആ ഒരു പേപ്പറിൻ്റെ 5 കോപ്പി വരുന്നു, രണ്ടാമത്തെ പേപ്പറിൻ്റെ 5 കോപ്പി വരുന്നു, മൂന്നാമത്തെ പേപ്പറിൻ്റെ 5 കോപ്പി വരുന്നു? അതാണോ എളുപ്പം? ഓർഡറിൽ ആദ്യം ഒരു കോപ്പി വരും, പിന്നെ അടുത്ത് വീണ്ടും ഒരു കോപ്പി വരും, വീണ്ടും അങ്ങനെ വരുന്നതല്ലേ എളുപ്പം. അതായത് ഇപ്പോൾ 5 പേജ് ഉണ്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ. 5 പേജ് നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുണ്ട്. ഈ 5 പേജും നമുക്ക് ഒരുമിച്ച് ആദ്യം 5 പേജിൻ്റെ ഒരു 3 കോപ്പി വേണമെന്ന് വിചാരിക്കാം. അപ്പോൾ ആദ്യം 5 പേജ് പ്രിൻ്റ് ആവുന്നു, വീണ്ടും 5 പേജ് പ്രിൻ്റ് ആവുന്നു, വീണ്ടും 5 പേജ് പ്രിൻ്റ് ആവുന്നു. ഇതാണോ നല്ലത്? അതോ ഒന്നാമത്തെ പേപ്പറിൻ്റെ 3 കോപ്പി, രണ്ടാമത്തെ പേപ്പറിൻ്റെ 3 കോപ്പി, മൂന്നാമത്തെ പേപ്പറിൻ്റെ 3 കോപ്പി, നാലാമത്തെ പേപ്പറിൻ്റെ 3 കോപ്പി, ഇങ്ങനെ വരുന്നതാണോ എളുപ്പം? ആദ്യം ആ സെറ്റ് ഓഫ് പേജുകളുടെ ഒരു കോപ്പി വരുന്നു, വീണ്ടും സെറ്റ് ഓഫ് പേജുകളുടെ അടുത്തൊരു കോപ്പി വരുന്നു, വീണ്ടും സെറ്റ് ഓഫ് പേജുകളുടെ അടുത്തൊരു കോപ്പി വരുന്നു. ഇതല്ലേ എളുപ്പം? അപ്പം അതാണ് കൊളേറ്റ് എന്ന് പറയുന്നത്. ഓർഡറിൽ എന്ത് ചെയ്യുന്നു? പ്രിൻ്റ് ആവുന്നു. അതിനുള്ള ഫംഗ്ഷനാണ് ഇത് കൊളേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർലി? അപ്പോൾ കൊളേറ്റ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് ആ പ്രിൻ്ററിൽ എന്ത് ചെയ്യും? പ്രിൻ്റ് വരും. ക്ലിയർലി? Ctrl+P ആണ് ഷോർട്ട് കട്ട് കീ. പ്രിൻറ്റിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+P ആണ്. അതുപോലെ മറ്റൊരു ഷോർട്ട് കട്ട് കീ Alt+F+P എന്ന് പഠിക്കുക. Alt+F+P ആണ് മറ്റൊരു ഷോർട്ട് കട്ട് കീ. കൊളേറ്റിൻ്റെ മറ്റൊരു ഷോർട്ട് കട്ട് കീ Alt+F+P ആണെന്നുള്ളത് ഓർമ്മിച്ച് വെച്ചിരിക്കുക. സെറ്റ് അല്ലേടാ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ശരി, ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പം ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് പ്രിൻ്ററിൻ്റെ പേര് ഡിഫോൾട്ടായിട്ടൊരു പ്രിൻ്റർ അവിടെ കാണും. കാരണം സിസ്റ്റമൊക്കെ ഓഫ് ചെയ്തിട്ട് ഓണാക്കി വന്ന് വേർഡ് എടുത്ത് ഞാൻ Ctrl+P കൊടുത്തപ്പം വന്ന ഡയലോഗ് ബോക്സിലാണ് ഞാൻ എന്ത് ചെയ്തത്? പ്രിൻ്ററിൻ്റെ പേര് സെലക്ട് ചെയ്യാൻ പോയത്. അവിടെ പോകുമ്പോൾ ഒരു ഡിഫോൾട്ട് പ്രിൻ്ററിൻ്റെ പേര് ഉറപ്പായിട്ട് അവിടെ കാണും. അത് വിൻഡോസിൽ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന പ്രിൻ്റർ ഏതാണോ അതായിരിക്കും. 10 പ്രിൻ്റർ ഉണ്ടെങ്കിലും 100 പ്രിൻ്റർ ഉണ്ടെങ്കിലും വിൻഡോസിൽ ഒരു പ്രിൻ്റർ ഡിഫോൾട്ടായിരിക്കും. ആ പ്രിൻ്ററിൻ്റെ പേര് അവിടെ എന്ത് ചെയ്തിരിക്കും? ഉണ്ടാവും. ഞാൻ ആ പ്രിൻ്ററിൻ്റെ പേര് മാറ്റിയാൽ, വേറൊരു പ്രിൻ്ററിൻ്റെ പേര് കൊടുത്താൽ, പിന്നീട് വേർഡ് ഡോക്യുമെൻ്റ് ക്ലോസ് ആക്കി സിസ്റ്റം ഓഫാക്കി ഓണാക്കുന്നത് വരെയും ഞാൻ മാറ്റി കൊടുത്ത പ്രിൻ്റർ ആയിരിക്കും ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അതായത്
ഒരു പ്രിൻ്ററിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് യൂസ് ചെയ്ത പ്രിൻ്ററായിരിക്കും പ്രോഗ്രാം ഷട്ട് ആവുന്നത് വരെയും ഡിഫോൾട്ട്. ക്ലിയർ? ലാസ്റ്റ് യൂസ് ചെയ്ത പ്രിൻ്ററായിരിക്കും പ്രോഗ്രാം ഷട്ട് ആവുന്നത് വരെയും ഡിഫോൾട്ട് എന്നുള്ളത് ഓർമ്മിച്ച് വച്ചിരിക്കുക. അത് ഇവിടുത്തെ ഒരു അഡീഷണൽ പോയിൻ്റാണ്. അത് ഇതിൻ്റെ കൂടെ പഠിക്കേണ്ടതാണ്, ഓർമ്മിക്കേണ്ടതാണ്, മറക്കരുത്. ഓക്കെ ആണോ? ഇത്രയും കിട്ടൂലേ? ഇത്രയും നിങ്ങൾക്ക് സെറ്റല്ലേ? അടുത്ത കാര്യത്തിലേക്ക് പോയാലോ? നോക്കൂ, നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത്, നമ്മളിപ്പോൾ പ്രിൻ്റാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് പ്രിൻറ്റിൻ്റെ തന്നെ അഡീഷണൽ ഓപ്ഷൻസ് ആയ പ്രിൻ്റ് പ്രിവ്യൂവും ക്വിക്ക് പ്രിൻറ്റുമാണ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? എന്താണ് ക്വിക്ക് പ്രിൻ്റ് അല്ലെങ്കിൽ എന്താണ് പ്രിൻ്റ് പ്രിവ്യൂ എന്ന് നിങ്ങൾ അറിയണം. നോക്കിയേ, അത് നമുക്ക് ക്വിക്ക് പ്രിൻ്റ് പഠിക്കാം. ഇങ്ങനെ എഴുതിക്കോ: സെൻഡ് ദ ഡോക്യുമെൻറ്റ് ഡയറക്ട്ലി ടു ദ ഡിഫോൾട്ട് പ്രിൻ്റർ വിത്തൗട്ട് മേക്കിംഗ് ചേഞ്ചസ്. ഇപ്പോൾ ക്വിക്ക് പ്രിൻ്റ് എന്താണ് എന്നുള്ളതാണ്. ക്വിക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് പ്രിൻ്ററിൽ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോപ്പി പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ക്വിക്ക് പ്രിൻ്റ്. ഡിഫോൾട്ട് പ്രിൻ്ററിൽ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോപ്പി പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇത്, ക്വിക്ക് പ്രിൻ്റ്. പിള്ളേരെ മറക്കല്ലേ, ഡിഫോൾട്ട് പ്രിൻ്ററിൽ ഡിഫോൾട്ട് നമ്പർ ഓഫ് കോപ്പി പ്രിൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഇത്, ക്വിക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സംഭവം എന്നുള്ളത് ഓർമ്മിക്കുക. എങ്ങനെയാണിത്, എന്താണ് സംഭവം എന്നുള്ളത്. ഇവിടെ നോക്കിക്കോ, ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു ഡോക്യുമെൻ്റ് പ്രിൻ്റ് കൊടുത്താൽ എന്ത് സംഭവിക്കും? പ്രിൻ്റ് ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ ഇതിൽ 50 കോപ്പി ഉണ്ടെങ്കിൽ നമുക്കവിടെ മാറ്റി എത്ര വേണമെന്നും, അല്ലെങ്കിൽ 50 പേജ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര പേജ് വേണമെന്നും അതിൻ്റെ എത്ര കോപ്പി വേണമെന്നൊക്കെ നമുക്കവിടെ കൊടുക്കാൻ പറ്റും. എന്നാൽ ക്വിക്ക് പ്രിൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് വരില്ല? പ്രിൻ്റ് ഡയലോഗ് ബോക്സ് വരില്ല. ഇവിടെ എത്ര പേജുണ്ടോ അത്രയും പേജുകളും എത്ര കോപ്പിയാണോ നമ്മൾ ഡിഫോൾട്ടിലി സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും കോപ്പി ഏത് പ്രിൻ്ററാണോ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ആ പ്രിൻ്ററിൽ വരും. സൂക്ഷിച്ച് ചെയ്യേണ്ട കാര്യമാണ് ക്വിക്ക് പ്രിൻ്റ്. ഹൈലി കോൺഫിഡൻസ് ആണെങ്കിൽ മാത്രമേ ക്വിക്ക് പ്രിൻ്റ് കൊടുക്കാവൂ. അല്ല, നമുക്ക് അങ്ങനെയല്ല, ഓൾട്ടർനേറ്റീവ് പേപ്പർ വേണം അല്ലെങ്കിൽ കോപ്പി കുറച്ചാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഒരിക്കലും ക്വിക്ക് പ്രിൻ്റ് കൊടുക്കരുത്. ക്വിക്ക് പ്രിൻ്റ് കൊടുത്താൽ ഒന്നും സംഭവിക്കില്ല, വേറെ ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരില്ല. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ഈ കിടക്കുന്ന ഡോക്യുമെൻറ്റിൽ എത്ര പേജുണ്ടോ അത്രയും പേജും നിങ്ങൾ ഡിഫോൾട്ട് പ്രിൻ്ററിൽ എത്ര കോപ്പിയാണോ നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തത്, ലാസ്റ്റ് സെറ്റ് ചെയ്തത്, അതാണ് ഡിഫോൾട്ടായിട്ട് മാറുക. ലാസ്റ്റ് സെറ്റ് ചെയ്തത് ഏതാണോ അതാണ് ഡിഫോൾട്ട്, അത് എത്രയാണോ എന്നുള്ളത് പ്രിൻ്റായി വരും. ഇതാണ് ക്വിക്ക് പ്രിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി പ്രിൻ്റ് പ്രിവ്യൂ. പ്രിൻ്റ് പ്രിവ്യൂ എന്താ? പ്രിൻ്റ് പ്രിവ്യൂ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ അറിയാലോ, ഇത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പ്രിൻ്റ് ലേഔട്ട് വ്യൂ ആണ്. നിങ്ങൾ ഈ കാണുന്നത് മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ പ്രിൻ്റ് ലേഔട്ട് വ്യൂ ആണ്, ഡിഫോൾട്ട് വ്യൂ ആണ്. മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഡിഫോൾട്ട് വ്യൂ ആണിത്. ഇതിൻ്റെ പേര് പ്രിൻ്റ് ലേഔട്ട് വ്യൂ എന്നാണ്. മറക്കല്ലേ, പ്രിൻ്റ് ലേഔട്ട് വ്യൂ എന്നാണ്. സോ ഈ പ്രിൻ്റ് ലേഔട്ട് വ്യൂ ഇവിടെ നിൽക്കുമ്പോൾ ഇത് പ്രിൻ്റ് ലേഔട്ട് വ്യൂ ആണ്. ഈ കാണുന്നത് പ്രിൻ്റ് ലേഔട്ട് വ്യൂ ആണ്. സോ പ്രിൻ്റ് ലേഔട്ട് വ്യൂവിൽ ഡോക്യുമെൻറ്റിൽ ഒരു പേജിൻ്റെ പകുതിയെ കാണാൻ പറ്റും, ഒരു പേജിൻ്റെ പകുതിയെ കാണാൻ പറ്റും. ക്ലിയർലേ? അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൻ്റെ പകുതി കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രിൻ്റബിൾ ഏരിയ കംപ്ലീറ്റ്ലി ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. പ്രിൻ്റബിൾ ഏരിയ കംപ്ലീറ്റ്ലി കാണണമെങ്കിൽ, പ്രിൻ്റബിൾ ഏരിയ അറിയണമെങ്കിൽ, കാണണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് പ്രിവ്യൂ എടുക്കേണ്ടി വരും. നോക്കിയേ, പ്രിൻ്റ് പ്രിവ്യൂ എടുക്കാം. നോക്കിയേ, പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുമ്പോഴത്തേക്കും അവരെന്ത് ഷോ ചെയ്യും? പ്രിൻ്റബിൾ ഏരിയ ഷോ ചെയ്യും. മാർജിനും എല്ലാ 4 മാർജിനും അതിലെങ്ങനെയാണ് ടെക്സ്റ്റ് വരുന്നതെന്നുള്ളതും എവിടം മുതൽ എവിടം വരെയാണ് ടോപ്പ് മാർജിൻ, ലെഫ്റ്റ് മാർജിൻ, റൈറ്റ് മാർജിൻ എല്ലാം എന്ത് ചെയ്തിരിക്കും? ഷോ ചെയ്തിരിക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു പേപ്പറിൽ, നമ്മുടെ പേപ്പറിൽ ഏത് മുതൽ ഏത് വരെയാണ് കണ്ടൻറ്റ് കൃത്യമായിട്ട് വരുന്നതെന്ന് ഇവിടെ അറിയാൻ പറ്റും. അതിനാണ് നമ്മൾ ഉപയോഗിച്ചത്? പ്രിൻ്റ് പ്രിവ്യൂ ഉപയോഗിച്ചത്. ഏതുപയോഗിച്ചത്? പ്രിൻ്റ് പ്രിവ്യൂ ഉപയോഗിച്ചത്. ക്ലിയർലി? ഷോർട്ട് കട്ട് കീ Ctrl+F2 എന്ന് പഠിക്കുക. പ്രിൻ്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് കീ ആണ് Ctrl+F2 എന്ന് പഠിച്ചിരിക്കുക, വിട്ടുപോകരുത്. ക്ലിയർലി? പ്രിൻ്റ് പ്രിവ്യൂവിൻ്റെ ഷോർട്ട് കട്ട് കീ എന്താണ്? Ctrl+F2 ആണ് പിള്ളേരെ, ഓർമ്മിച്ചിരിക്കണേ, മറക്കല്ലേ പിള്ളേരെ. ഓക്കെ അല്ലേ? അപ്പോൾ അവിടെ പ്രിൻ്റ് തീരെയാണ്. ഓക്കെ അല്ലേ? പ്രിൻറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു, പ്രിൻറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും നമ്മളെല്ലാം ഓക്കെ ആക്കി. അപ്പോൾ നമ്മൾ ഓഫീസ് ബട്ടണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത് പ്രിപ്പയർ എന്ന് പറയുന്ന ഓഫീസ് ബട്ടണിലെ ഒരു ടൂളാണ്. ഓക്കെ,
പ്രിപ്പയർ എന്താ? പ്രിപ്പയർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്. ഓർമ്മിക്കുക, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാനാണ് നമ്മൾ ഓഫീസ് ബട്ടണിൽ പ്രിപ്പയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചത്. ഓഫീസ് ബട്ടൺ ഇല്ലെങ്കിൽ ഫയലിൽ എടുക്കാം, ഫയലിൽ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഒന്നുകിൽ ഫയൽ എന്ന് പറയുന്ന ടാബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അത് ഫയൽ ടാബ് പുതിയതാണ്. ഫയൽ ടാബ് ഈ 2007 കഴിഞ്ഞിട്ടുള്ള 2010 മുതലുള്ള വെർഷനിലാണ് ഉള്ളത്. അതിന് മുമ്പ് ഓഫീസ് ബട്ടണാണ്. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇവിടെ നമ്മൾ എടുക്കുന്നു, ഓഫീസ് ബട്ടൺ എടുക്കുന്നു, പ്രിപ്പയർ എടുക്കുന്നു, മുകളിൽ തന്നെ കിടപ്പുണ്ട് പ്രോപ്പർട്ടീസ്, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്. ഇവിടെ ഓപ്പണായി വരും ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്. ക്ലിയർലി? അപ്പോൾ ഇത് ഇവിടെ ഓപ്പണായി വരും ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ്. മറക്കല്ല. അപ്പോൾ ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രിപ്പയർ എന്ന് പഠിച്ചിരിക്കുക. പിള്ളേരെ മറന്നു പോലും, ഡോക്യുമെൻ്റ് പ്രോപ്പർട്ടീസ് ഓപ്പൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പ്രിപ്പയർ. ഓക്കെ അല്ലേ? ഇനി അടുത്ത് സെൻഡ് ആണ്. സെൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഓർമ്മിക്കുക, സെൻഡ് എന്താണെന്നുള്ളതാണ്. സെൻഡ് ഒരു മൈക്രോസോഫ്റ്റ് വേർഡ് ഡോക്യുമെൻ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അതിനെ ഇമെയിലിലൂടെ അല്ലെങ്കിൽ ഫാക്സിലൂടെ, ഇമെയിലിലൂടെയോ ഫാക്സിലൂടെയോ മറ്റൊരു വ്യക്തിക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നൊരു സംവിധാനമാണ് സെൻഡ് എന്ന് പറയുന്ന ടൂള്. ഇപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് പ്രിൻ്റൊന്നും എടുക്കേണ്ട, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇതിവിടെ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് മറ്റൊരാൾക്ക് മെയിൽ ചെയ്യാം. അതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? സെൻഡ് എന്ന് പറയുന്ന കമാൻഡ്. ഓഫീസ് ബട്ടണിൽ സെൻഡ് ഇമെയിൽ കണ്ടോ? ഓഫീസ് ബട്ടണിൽ സെൻഡ് ഇമെയിൽ, ഇതാണ് പ്രൊസീജിയർ. ചോദിച്ചതാണ് പ്രൊസീജിയർ. ഓഫീസ് ബട്ടണിൽ സെൻഡ് ഇമെയിൽ എന്ന പ്രൊസീജിയറിലൂടെ നമുക്ക് ഈ ഡോക്യുമെൻറ്റിനെ മെയിൽ ചെയ്യാം. ക്ലിയർലി? ഓഫീസ് ബട്ടണിൽ സെൻഡ് ഇമെയിൽ എന്ന പ്രൊസീജിയറിലൂടെ ഈ ഡോക്യുമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെയിൽ ചെയ്യാൻ പറ്റും. ക്ലിയർലി? അപ്പോൾ അതെങ്ങനെ ചെയ്യും? ഓഫീസ് ബട്ടണിൽ എടുക്കുന്നു, സെൻഡ് എടുക്കുന്നു, ഇമെയിൽ കൊടുക്കുന്നു. നേരെ പോകുന്നത് എങ്ങോട്ടാ? നേരെ പോകുന്നത് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക്. പിള്ളേരെ ഓർമ്മിക്കുക, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്ന ഇമെയിൽ സർവീസ് പ്രൊവൈഡറിലേക്കാണ് ഇത് പോകുന്നത്. ഓക്കെ അല്ലേ? കാരണം ഇത് മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഡക്റ്റാണ്. നമുക്ക് ജിമെയിലൊന്നും ഡയറക്റ്റ്ലി എടുത്ത് അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ സേവ് ചെയ്തിട്ട് ഈ ജിമെയിൽ ഓപ്പൺ ചെയ്ത് അറ്റാച്ച് ചെയ്യണം. അല്ലാതെ ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി ജിമെയിലൊന്നും പോകില്ല. ഡയറക്റ്റ്ലി പോകുന്നത് എവിടെയാണ്? മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്കിലേക്കാണ്. മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്താണ്? അത് ഒരു ഇമെയിൽ സർവീസ് പ്രൊവൈഡറാണ്. മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സർവീസ് പ്രൊവൈഡറാണ് മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഓർമ്മിച്ചിരിക്കുക, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഇമെയിൽ സർവീസ് പ്രൊവൈഡറാണ് എന്നുള്ളത് ഓർമ്മിക്കുക. അപ്പോൾ അതിലേക്ക് എന്താവും? അതിലേക്ക് അങ്ങ് അറ്റാച്ച് ആവും. നമുക്ക് മൈക്രോസോഫ്റ്റിൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ അതിലേക്ക് അറ്റാച്ച് ആവുകയും അവിടെ നിന്ന് നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇത് വ്യക്തമായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുക. അപ്പോൾ സെൻഡ് ഇമെയിൽ, അതാണ് പ്രൊസീജിയർ. ഇനി അടുത്ത് കിടക്കുന്നത് പബ്ലിഷാണ്. നോക്കേ, പബ്ലിഷ് അല്ലേ? പബ്ലിഷ് എന്നല്ലേ കിടക്കുന്നത്? എന്താ പബ്ലിഷ് ചെയ്യുക? ഓർമ്മിക്കാം, മൈക്രോസോഫ്റ്റ് ഓഫീസ് വേർഡ് ഡോക്യുമെൻറ്റിൽ ചെയ്യുന്നൊരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് ബ്ലോഗിൽ പബ്ലിഷ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ബ്ലോഗിലേക്ക് കൊണ്ടുപോകാം. അതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? ഇവിടെ പബ്ലിഷിൽ ബ്ലോഗ്, അങ്ങനെയാണ്. പബ്ലിഷ് എടുക്കുക, ഇവിടെ കണ്ട ബ്ലോഗ് വരും. ബ്ലോഗ് എഴുതുന്നവരുണ്ടാവും, അവർക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ എഴുതിയിട്ട് എങ്ങോട്ട് കൊണ്ടുപോകാം? ബ്ലോഗിലേക്ക് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലിങ്ക് വെച്ചിരിക്കുന്നത്. ഓഫീസ് ബട്ടണിൽ പബ്ലിഷ് ബ്ലോഗ് എന്നാണ് പറയുന്നത്. ക്ലിയർലേ? അപ്പോൾ അവിടെ അത് വേറെ വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, ജസ്റ്റ് അത് മനസ്സിലാക്കിയിരിക്കുക എന്താണെന്ന്, അതിനു വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർലേ? അപ്പോൾ നമ്മൾ ഓഫീസ് ബട്ടണാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ന്യൂ പഠിച്ചു, ഓപ്പൺ പഠിച്ചു, സേവ് പഠിച്ചു, സേവസ് പഠിച്ചു, പ്രിൻറ്റ് പഠിച്ചു, പ്രിപ്പയർ പഠിച്ചു, സെൻഡ് പഠിച്ചു, പബ്ലിഷ് പഠിച്ചു. നെക്സ്റ്റ് ഒന്ന് ഏതാണ്? ക്ലോസ് ആണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലോസ് എഴുതി വയ്ക്കുക. ക്ലോസ് എ വേർഡ് ഡോക്യുമെൻ്റ് എന്നാണ് അവിടെ പഠിക്കേണ്ടത്, മറക്കരുതേ. ക്ലോസ് എ വേർഡ് ഡോക്യുമെൻ്റ് എന്നാണ്. ക്ലിയർലേ? ക്ലോസ് എ വേർഡ് വിൻഡോ അല്ല, ക്ലോസ് എ വേർഡ് ഡോക്യുമെൻ്റ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ വേർഡ് ഡോക്യുമെൻറ്റിനെ നിങ്ങൾ ഈ പുറകിൽ കാണുന്ന ഈ വേർഡ് ഡോക്യുമെൻറ്റിനെ എത്ര രീതിയിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം എന്ന് നിങ്ങൾ അവിടെ അറിയണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? വേർഡ് ഡോക്യുമെൻറ്റിനെ എത്ര രീതിയിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ അവിടെ ആൻസർ 4 ആണ്. ഓർമ്മിക്കുക, 4 രീതിയിൽ നിങ്ങൾക്ക് ഈ വേർഡ് ഡോക്യുമെൻറ്റിനെ എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം പിള്ളേരെ എന്ന് ഓർമ്മിക്കുക. അതെങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ പോണത്. ക്ലിയർ അല്ലേ? അതായത് ഒന്നാമത്തത്, ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇവിടെ
ഒരു വേർഡ് ഡോക്യുമെൻ്റ് ഉണ്ട്. ഞാൻ ഇതിനെ ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. ഇതിന് 1 2 3 എന്ന പേരൊക്കെ ഉണ്ട്. ഞാൻ പുതിയൊരു ഡോക്യുമെൻ്റ് എടുക്കാം. വിട്ടേക്കാം. ഇതൊരു പുതിയ ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ഈ ഡോക്യുമെൻ്റ് ഞാൻ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്ന് നോക്കുക. ക്ലിയർ അല്ലേ? ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പേജ് ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഭാഗമാണ്. നിങ്ങൾ അവിടെ ഒരു പേന എടുത്ത് പേപ്പറിൽ എഴുതിയ ഡോക്യുമെൻ്റ് എന്ന് ഹെഡിങ് കൊടുത്തേ. ഡോക്യുമെൻ്റ് എന്ന് ഹെഡിങ് കൊടുത്തേ. മൈക്രോസോഫ്റ്റ് വേർഡിൽ ടെക്സ്റ്റ് കോമ്പിനേഷനായ പാരഗ്രാഫ്, ടെക്സ്റ്റ് പാരഗ്രാഫ്, ഒബ്ജക്റ്റുകൾ, പേജ്, ടെക്സ്റ്റ് ഒബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് പാരഗ്രാഫ്, ഒബ്ജക്റ്റുകൾ, അതുപോലെ പേജ് എന്നിവ ഇൻക്ലൂഡ് ചെയ്ത് വരുന്ന ഇൻ്റർഫേസ് ആണ് ഡോക്യുമെൻ്റ്. ഇപ്പോൾ ഡോക്യുമെൻറ്റിൽ എന്തൊക്കെ ഉണ്ടാവും? ടെക്സ്റ്റ് ഉണ്ടാവും, ടെക്സ്റ്റുകൾ ചേർന്ന് പാരഗ്രാഫ് ഉണ്ടാവും, പാരഗ്രാഫുകൾക്കിടയിൽ ഒബ്ജക്റ്റുകൾ ഉണ്ടാവും, ഒബ്ജക്റ്റുകളും പാരഗ്രാഫും ടെക്സ്റ്റും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു പേജ് ഉണ്ടാവും. ഇതെല്ലാം ചേരുന്നതാണ് ഡോക്യുമെൻ്റ്. ക്ലിയർലേ? ഈ ഡോക്യുമെൻ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത്? ക്ലോസ് ചെയ്യാൻ പോണത്. ക്ലിയർലേ? എന്നാൽ വേർഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റിനോടൊപ്പം എന്തുകൊണ്ടാവും? മറ്റ് ഭാഗങ്ങളെല്ലാം ഉണ്ടാവും. ടാബുകളും മെനു ബാറുകളും അങ്ങനെ തുടങ്ങി എല്ലാം കൂടി ചേർന്നാണ് വേർഡ് വിൻഡോ. ഡോക്യുമെൻറ്റിൽ ഇത്രയേ ഉള്ളൂ. ക്ലിയർലേ? അപ്പോൾ ആ ഡോക്യുമെൻ്റ് എങ്ങനെ ക്ലോസ് ചെയ്യാം എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ക്ലിയർലേ? ഒന്നാമത്തെ നമുക്കറിയാം ഓഫീസ് ബട്ടണിൽ ക്ലോസ്. ഓഫീസ് ബട്ടണിൽ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. ഡോക്യുമെൻ്റ് എന്തായി? ഇപ്പോൾ ഇല്ലല്ലോ ഡോക്യുമെൻ്റ് ക്ലോസ് ആയി. ഞാൻ പുതിയ ഡോക്യുമെൻ്റ് അവിടെ എടുക്കുകയാണ്. നോക്കിയോ, വേറെ ഡോക്യുമെൻ്റ് വീണ്ടും എടുത്തു. ക്ലോസ് ചെയ്യാൻ മനസ്സിലായല്ലോ. ഓഫീസ് ബട്ടണിൽ ക്ലോസ് കൊടുത്തു. ഇനി ഷോർട്ട് കട്ട് കീ പഠിച്ചോ. Ctrl+F4 മറക്കല്ലേ പിള്ളേരെ? Ctrl+F4 ഓർമ്മിക്കുക. Ctrl+F4. അപ്പോൾ ഒന്ന് ഓഫീസ് ബട്ടണിൽ ക്ലോസ്. അടുത്തതാ Ctrl+F4 മറക്കല്ലേ പിള്ളേരെ? Ctrl+F4 ഓർമ്മിച്ചിരിക്കുക. അത് മറ്റൊരു ഷോർട്ട് കട്ട് കീയാണ്. Ctrl+F4. ഓക്കെ അല്ലേ? ശരി. അടുത്ത് Ctrl+W ഓർമ്മിക്കുക. Ctrl+W വേറൊരു ഷോർട്ട് കട്ട് കീയാണ്. ഓക്കെ, ഓർമ്മിക്കുക. Ctrl+W. അപ്പോൾ Ctrl+F4, Ctrl+W. ഇതിൻ്റെ എല്ലാത്തിനെയും നോട്ട് നിങ്ങൾക്ക് തരും. അപ്പോൾ ആ നോട്ടും ഈ നിങ്ങൾ എഴുതി വെക്കുന്ന ഈ ലെക്ചർ നോട്ടുമായിട്ട് എന്ത് ചെയ്യുക? ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? വായിച്ച് നോക്കുക. ക്ലിയർലേ? വിട്ട് കളയരുത്, എഴുതാതെ പോകരുത്. ഓക്കെ, എഴുതി തന്നെ പോവുക. ഓക്കെ, എഴുതുന്ന ഇതും നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടും അതിലെല്ലാം ഉണ്ടാവില്ല. ഈ എഴുതുന്നതിലാണ് കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ അതും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റാവും. പിന്നെ വീഡിയോയും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങളിത് സെറ്റായിട്ട് പഠിച്ചു വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പോൾ പഠിക്കുക. ക്ലോസ് ആണ് പഠിക്കുന്നത്. ക്ലോസ് ചെയ്ത ഡോക്യുമെൻ്റ് ആണ് പഠിക്കുന്നത്. ഒന്ന് ഇത്രയേ ഉള്ളൂ. ഓഫീസ് ബട്ടണിൽ ക്ലോസ് ചെയ്യുന്നു. അടുത്ത് Ctrl+F4 Alt+F4 ക്ലോസ് വേർഡ് വിൻഡോ ആണ്. ഞാൻ ഡോക്യുമെൻ്റ് കാര്യം പറഞ്ഞത്. Ctrl+F4 നോക്കിയോ. Ctrl+F4 കൊടുക്കുമ്പോൾ നോക്കി. Ctrl+F4 ആണ് കൊടുത്തത്. ഇപ്പോൾ എന്തായി? ക്ലോസ് ആയില്ലേ? Ctrl+F4. ഓക്കെ, ഇനി അടുത്ത് നോക്കിയോ. Alt+F+C. പിള്ളേരെ പറഞ്ഞേ. Alt+F+C എന്ന് പഠിക്കാം. മറക്കല്ലേ? Alt+F+C. അങ്ങനെ 4 രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? വേർഡ് ഡോക്യുമെൻറ്റ് ക്ലോസ് ചെയ്യാൻ പറ്റുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓഫീസ് ബട്ടണിൽ പഠിക്കുന്നത്. ഓഫീസ് ബട്ടൺ കംപ്ലീറ്റ് ആവുകയാണ്. ഓർമ്മിച്ചിരിക്കുക. എക്സിറ്റ് വേർഡ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ക്ലിയർലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, വേർഡ് ഓപ്ഷൻ വേണ്ട. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചിരിക്കുക. ക്ലിയർലേ? ന്യൂ, ഓപ്പൺ, സേവസ്, പ്രിൻറ്റ്, പ്രിപ്പയർ, സെൻഡ്, പബ്ലിഷ്, ക്ലോസ്. പിന്നെ എക്സിറ്റ് വേർഡ് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നന്നായിട്ട് എന്ത് ചെയ്യുക? ഇത്രയും നന്നായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ അല്ലേ? ഇത്രയും കിട്ടൂലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ?